ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ പോകുന്നു. ഈ ഒരു സ്റ്റാൻഡ് നമ്മുടെ കാർ പോർച്ചിൻ്റെ ബാക്കിൽ നിന്നത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല ഉറപ്പിച്ച് വെച്ചിരുന്ന സ്റ്റാൻഡിന് ഞങ്ങൾ അടിച്ചടിച്ചടിച്ച് പൊളിച്ച് പൊക്കി ഞാൻ മിനിയും കൂടി ഇവിടെ കൊണ്ടുവച്ചു. അപ്പം ഇനി ഇവിടെ നമുക്കിപ്പോൾ 10 മണിച്ചെടി വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല വെയിലുള്ള സ്ഥലമാണ്. കണ്ട 4:30 ആയിട്ടും വെയിൽ പോയിട്ടില്ലേ. വൈകിട്ട് ഇപ്പോൾ 4:30 ആയി സമയം. വെയിൽ പോവാൻ കാത്തു നിന്നതാണ് ഞങ്ങൾ. പക്ഷെ വെയിൽ പോണില്ല. അപ്പോൾ അല്ലേ ചെടിമോനെ, ചെടിമോൻ പറയേ അങ്ങോട്ട് ചെടിമോൻ 4:30 ആയിട്ടും വെയിൽ പോയിട്ടില്ല. അപ്പം നല്ലൊരു വെയിലുള്ള സ്ഥലമാണ്. 10 മണി നന്നായി പിടിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഇതിലിപ്പോൾ 10 മണി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, സമയം കളയാണ്ട്. പഴയ കപ്പാണ് കേട്ടോ. കാർ പോർച്ചിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നപ്പോൾ ചെരിയുന്ന കപ്പുകളിന് അതൊക്കെ ഒന്ന് ഞാൻ തേച്ച് കഴുകി ഒന്ന് സൂപ്പറാക്കി എടുത്തു. എന്നെന്നും കപ്പ് മേടിക്കലൊന്നും മുതലാവില്ല നമുക്ക്. ഇത് ഒരുപാട് പഴയ, എനിക്ക് തോന്നുന്നൊരു കൊറോണ ടൈമിലൊക്കെ വാങ്ങിച്ച കപ്പാണ് ഇത്. അപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുക്കാം. 30 എണ്ണാണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം നമുക്ക്. മേൽഭാഗത്ത് കറക്റ്റ് അളവ് വെച്ചിട്ട് വേണം അതിന് താഴെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കാനേ. അപ്പം മേൽഭാഗം ആദ്യം സെറ്റ് ചെയ്യണം. ഈ നെറ്റിന് ചെറിയൊരു വളവൊക്കെ ഉണ്ട്. ഞങ്ങൾ മറ്റേ ഹാമറില്ലേ എന്തോട്ട് ഇങ്ങനെ അടിക്കുന്നത്, എന്തോട്ടാ ഇങ്ങനെ പറയാ, ചുറ്റിക മിനിക്ക് ഓർമ്മ വന്നു. ചുറ്റിക വെച്ച് ഞങ്ങൾ അടിച്ചടിച്ചടിച്ച് കോൺക്രീറ്റ്, ഈ കാല് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ പൊളിച്ച് എടുത്തപ്പോഴേ നെറ്റ് കുറച്ചൊന്ന് വളഞ്ഞ പോലെയായി. കുറേ പണിയെടുത്തു. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും അവിടെ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇത് എനിക്ക് ഒരു ഉപയോഗം ഇല്ലാത്ത പോലെയാവും. ഇത് ഞാൻ ചെയ്യിപ്പിച്ചെടുത്താണ്. വേസ്റ്റായ ഒരു നെറ്റിൻ്റെ പീസ് കിടന്നിട്ട് ഇരുമ്പിൻ്റെ ഈ പീസൊക്കെ അവിടെ കിടന്നിട്ടാണ്. അപ്പം ഇത് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. പിന്നെ ഇതവിടെ വെറുതെ കാഴ്ചക്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പം അതിനെ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇതിപ്പോൾ നമുക്ക് 10 മണി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി കാണാനായിട്ട്. ഇതിപ്പോൾ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ട് കപ്പുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും നമുക്ക് വെക്കാൻ പറ്റും. ഈ ഗ്യാപ്പിൽ അപ്പുറത്ത് വെക്കാം. ഇപ്പം ഈ 2 കപ്പിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം അത് നോക്കിയിട്ട് അപ്പുറത്തേക്കും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിൽ തന്നെയാണ്. നല്ല ഭംഗിയുണ്ടാവും. നോക്കട്ടെ, ആദ്യം ഒരു ഭാഗം വെച്ച് നോക്കണം. വെയിലൊക്കെ കുറച്ച് പോയിട്ടുണ്ട് നമ്മളത് തന്നെ. അപ്പോൾ കുറച്ച് കപ്പൊക്കെ സെറ്റ് ചെയ്തു. ഇനിയും ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് ഏതാ പൊട്ടിയത് ആലോചിക്കാൻ അറിയാത്ത എളുപ്പല്ല. പഴയ കപ്പായ കാരണം ഇതിൻ്റെ ആ കൊളുത്ത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പോയിട്ടു. അപ്പം സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ ഇത് വേസ്റ്റ് ഈ കപ്പ്. നോക്കിട്ടാ മിനി ലൈൻ തെറ്റുണ്ടോ ഊരലെടുക്കലും നടക്കും. കപ്പ കറക്റ്റുള്ള എൻ്റെ ഒരെണ്ണം കൂടി വേണം. ഈ ലൈൻ ശരിയല്ല. അപ്പം അവസാനത്തെ കപ്പും കൂടി വെക്കാൻ പോണു. കപ്പ് വെച്ചിട്ട് മണ്ണിടാന്ന് വെച്ചിട്ടുണ്ട്. മണ്ണിട്ടിട്ട് കപ്പ് പുറത്തല് നടക്കണ കാര്യമല്ല. അപ്പം
പല്ലിതേ ആടുന്നുണ്ട്. അപ്പാപ്പൻ്റെ പല്ലാടുന്ന പോലെ എന്തായാലും ചെയ്യണം. നല്ല കരിങ്കല്ലൊക്കെ ഇട്ട് ഉറപ്പിക്കണം. സിമെന്റ് ഇട്ടിട്ടല്ലേ. ഇവിടേക്ക് ഗ്യാപ്പ് കൂടിയാ ശരി വളഞ്ഞിക്കണ പോലെ അല്ലേ. ഇപ്പൊ കപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം. പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ച് കഴിഞ്ഞാൽ ഇത് 10 മണി 9 കളറുണ്ട് നമ്മുടെ കയ്യിൽ കേട്ടാ. ഉള്ള കളർ എൻ്റെ കയ്യിലുള്ള കളറൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നു. 10 മണിയാകുമ്പോൾ പെട്ടെന്ന് പിടിക്കും, ചെടി വളർന്ന് കിട്ടുമല്ലോ. അപ്പം ഇത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് വെർട്ടിക്കൽ ഗാർഡനായി. അപ്പോൾ പോട്ടിംഗ് മിക്സൊക്കെ ആദ്യം തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ. കുറച്ച് വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, മണ്ണ്. ചാണകപ്പൊടി ഇട്ടില്ലേ? ചാണകപ്പൊടി ഇല്ല, വളം പിന്നെ. അപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുറച്ച് വളർന്ന് വരുമ്പോൾ നമുക്ക് ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുന്നത് നല്ലത്. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇത് കപ്പൻ്റെ പിണ്ണാക്ക് കുളിപ്പിച്ചതൊക്കെ തെളി ഒഴിച്ച് കൊടുക്കാം. അപ്പം പെട്ടെന്ന് പടർന്നോളും. ഇപ്പം മണ്ണ് നിറയ്ക്കും, നടണം. അപ്പം കപ്പ് ഇങ്ങനെ വെച്ചിട്ട് നടുമ്പോൾ നമുക്ക് മണ്ണിടുമ്പോൾ ഈസിനെ. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മണ്ണോട് കൂടി കപ്പ് എടുക്കുമ്പോൾ അത് അതിൻ്റെ കപ്പിൻ്റെ കൊളുത്ത് ചിലപ്പോൾ ബലം പിടിക്കുമ്പോൾ പൊട്ടിപ്പോരും. ഇത് പഴയ കപ്പല്ലേ, അതുകൊണ്ട് മണ്ണ് കുറച്ചും കൂടെ വേണം, മണ്ണ് പോരാ. ഉച്ച നേരത്ത് ഞങ്ങൾ വീഡിയോ ചെയ്താൽ സുഖമാണ് കേട്ടോ. വാഹനങ്ങളെ ശല്യമൊക്കെ കുറച്ച് നേരം ഒരു ഒഴിവുണ്ടാവും. ഈ നേരമായി കഴിഞ്ഞാൽ ഇനി ഫ്രൂട്ട്സുകാരും ഫ്രൂട്ട്സ് തന്നെ എത്ര വണ്ടീന് പോവാം. പിന്നെ ബസ്, സ്കൂൾ വണ്ടികൾ പറയേണ്ട ഒരു രക്ഷയില്ല വീഡിയോ ചെയ്യാനായിട്ട്. ആ ശബ്ദമൊക്കെ നമ്മുടെ വീഡിയോയിൽ വരും. മേൽഭാഗത്തേക്കും കൂടെ കുറച്ച് ഇതിൽ നന്നായി മണ്ണ് കൊള്ളുണ്ടാകാം വിചാരിക്കുന്ന പോലെയല്ല. ഒരു ബക്കറ്റ് 10 ലിറ്ററിൻ്റെ ബക്കറ്റിൽ മണ്ണെടുത്തിട്ട് തകഞ്ഞിരിക്കും. അപ്പം ഇനി കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് ഇതൊക്കെ കുത്തി കൊടുക്കാം. എല്ലാതും പല സ്ഥലത്തായിട്ട് 9 കളറുള്ളതുകൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ നട്ടുകൊടുക്കണേ. ഇതിപ്പോൾ വയലറ്റ് ആണ്, കണ്ട വയലറ്റ് നട്ടുകൊടുക്കാം. മണി പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ നട്ട് നാളെ തൊട്ട് പൂവിട്ട് തുടങ്ങി. അത് കാരണം നല്ലത്, സന്തോഷമാണ് പൂക്കൾ കാണുന്നത്. ഇതില് വടം നോക്കി, ഇതില് വടം. എളുപ്പത്തിൽ വേരോടുകയും ചെയ്യും. ചെറിയ ചെടിയല്ല. ഇതിനാകെ വരുന്ന ഒരു അസുഖമാണ് പൂപ്പൽ രോഗം. മഴക്കാലാകുമ്പോൾ ഇത് മൊത്തം പോവും. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായി പ്രൂൺ ചെയ്ത് നിർത്താം, കട മാത്രമായിട്ട് നിർത്താം. ഇതിൻ്റെ തലപ്പൊക്കെ വേറെ ഒരു സൈഡിൽ പിടിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ എനം അപ്പം പോവും. കഴിഞ്ഞ ഇതിൽ നട്ടു. ഇതില് 4 ആ വെള്ളം നടുക. ഇതിലെവിടെയെങ്കിലും ഒത്തിരി നടുങ്ങണം. എവിടെയെങ്കിലും ഒരു കപ്പിൽ നടുക.
ഞങ്ങള് എല്ലാം നട്ടിട്ട് കാണിച്ചു തരാം കേട്ടാ. അതേ ഞങ്ങള് എല്ലാ ചെടികളും ഇതുപോലെ നടല് കഴിഞ്ഞു കേട്ടാ. കണ്ട, ഇനി ഇതിന് കുറേശ്ശെ വെള്ളം നമ്മൾ പൈപ്പിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ നല്ല വെയിലും വരും. അപ്പൊ പിന്നെ നാളെ തൊട്ട് ഇതില് പൂക്കൾ വന്നു തുടങ്ങും. ഇത് ഒരു ആഴ്ച കഴിയുമ്പോൾ നല്ലതായി പിടിച്ച് കഴിയുമ്പോൾ കുറേശ്ശെ നമുക്ക് ഇതിൽ വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാകും കാണാൻ. ഇത് ഫുള്ളും ഇത് പടരും താഴേക്ക്. ഈ ഒരു കപ്പിൽ വെച്ചില്ലല്ലോ, അല്ലാതും അല്ലാത്തിനും കൊടുത്ത് കുത്തി വെച്ചു. അയ്യോ, ഒരു കപ്പിൽ ഞങ്ങൾ വെക്കാൻ മറന്നു. മേലെ ആയോണ്ടേ കണ്ടില്ല. ഉയരണ്ടെങ്കിലല്ലേ കാണാം. ഉയരം പറഞ്ഞാൽ എങ്ങനെ കാണാല്ല, രണ്ടാളും ഒരുപോലത്തെ ആൾക്കാരിന്. അപ്പൊ കാണണില്ല. ഈ ഒരു കപ്പ് ഇനി വല്ലതും മറന്നുണ്ടോ നോക്കിയ ഉറപ്പാണ്. അപ്പൊ സെറ്റായിട്ടാ. ഇപ്പൊ എല്ലാ കപ്പിലും വെച്ച് ഇനി വെള്ളം ഒഴിക്കണം. നമുക്ക് വെള്ളം ഒഴിക്കാം പോലെ കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അയ്യോ, ഹിറ്റ്ലർ അതേ ഒച്ചെടുക്കണ അവന്റെ നേരായി അടിച്ചതാണ്. അവനടിച്ചെടുത്തു തുടങ്ങി ഹിറ്റ്ലർ. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇന്നത്തെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തത് ചോദിക്ക് അങ്ങോട്ട് നോക്കിട്ട് ക്ഷയിക്കണ്ടി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ചെറുതായിട്ട് ഹിറ്റ്ലർ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പറയുന്നതൊന്നും കേൾക്കണില്ല. അപ്പൊ ടാറ്റ പറഞ്ഞേ. അമ്മ ടാറ്റ പറയേ. എല്ലാവരും കൂടി ബഹളം വെക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാട്ടെ. അവരൊക്കെ ബഹളം വെച്ചിട്ടേ ടാറ്റ ടാറ്റ പറഞ്ഞു. ബൈ ബൈ.